Good morning, dear traders. Welcome back to another video of pre-market analysis. നമ്മൾ അവസാനം പ്രീ മാർക്കറ്റ് അനാലിസ് ചെയ്തത് കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു, അതായത് കഴിഞ്ഞ വർക്കിംഗ് ഡേ. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ട് ആയി എന്ന കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡ് പ്ലാൻ, എൻ്റെ പേഴ്സണൽ ട്രേഡ് പ്ലാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, യൂറോ USD നമ്മൾ പറഞ്ഞത് ഈ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. അതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള കാരണമാണ് നമ്മൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു 1 hour ടൈം ഫ്രെയിമിലിട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കാം, ഈ കാണുന്ന ദിവസമായിരുന്നു ഫ്രൈഡേ. ഞാൻ എസ്പെഷ്യലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫ്രൈഡേസ് ചോപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്ന്. എക്സാക്ട്ലി അത് തന്നെയാണ് നടന്നത്. ഈവൻ നമുക്ക് നല്ലൊരു മൊമെന്റം വ്യാഴാഴ്ച ഇവിടുന്ന് കിട്ടിയെങ്കിൽ പോലും വെള്ളിയാഴ്ച റേഞ്ചിങ് ആയിരുന്നു. വെള്ളിയാഴ്ചകളിൽ ഞാൻ പറയാറുണ്ട്, വെള്ളിയാഴ്ചകളിൽ പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യാത്ത ദിവസമാണ്. ബട്ട് എനിക്ക് ഒരു ട്രേഡ് കിട്ടിയായിരുന്നു. അത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ട്രേഡ് അതെടുക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബയോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കിട്ടും. ബയോയിൽ കണ്ട ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എല്ലാം ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യില്ല, ബട്ട് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അകത്ത്. സോ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനലുടനെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 10:45 ഞാൻ ഷെയർ ചെയ്തത്, മനസ്സിലായില്ല. അത് എൻട്രി വരുന്നതിന് മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു എൻട്രി കിട്ടിയായിരുന്നു വെള്ളിയാഴ്ച. ഞാൻ അന്നത്തോടെ ഡൺ ഫോർ ദ വീക്കായി. എനിക്ക് ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു എൻട്രി കിട്ടിയായിരുന്നു വ്യാഴാഴ്ച. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ബുള്ളിഷ്നെസ് തന്നായിരുന്നു. ബട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ല, കാരണം വെള്ളിയാഴ്ചകളിൽ വോളിയം കുറവായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിസിപ്പേഷൻ കുറവായതുകൊണ്ട് തന്നെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് പേഴ്സണലി ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യണത് മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയിട്ട് ഈ ഒരു കാണുന്ന ഓർഡർ ബ്ലോക്കിലേക്ക് വരും എന്നാണ് ഞാൻ പേഴ്സണലി ആന്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ് ആയി, മനസ്സിലായില്ലേ. ഇപ്പോൾ 2 പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഒന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺ ആയിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നൊരു എൻട്രി തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ചയാണ് ലോ സ്വീപ്പ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. കാരണം ICT പ്രൈസ് ആക്ഷൻ പ്രകാരം ഫ്രൈഡേസ് ലോസ് സ്വീപ്പ് ആവണത് വളരെ നല്ല കാര്യമാണ്. അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേയുടെ ലോ സ്വീപ്പ് ആവുകയും മാർക്കറ്റ് ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേസിന്റെ ഹൈ സ്വീപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻട്രീസ് അവിടെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യണവർക്ക് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ 2 പ്രോബബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കൺഫർമേഷൻസ് വേണം. ഞാൻ അതിന് മാത്രം ബെയറിഷ് കൺഫർമേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇൻ കേസ് ബെയറിഷ് കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം ഞാൻ ബുള്ളിഷാണ്, എൻ്റെ ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവ് യൂറോസിൽ ബുള്ളിഷാണ്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ട്രേഡുകൾ ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഇനി ഡോളർ നോക്കാം. ഡോളർ നോക്കുന്നതിന് മുമ്പായിട്ട് യൂറോസിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുണ്ടായിരുന്നു. ഒരു പ്രോബബിലിറ്റി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു പ്രോബബിലിറ്റി മാത്രം, ഈ കാണുന്ന ബെയറിഷ് ഫീജ് ഉണ്ടല്ലോ, ഈ ബെയറിഷ് ഫീജിൽ ഇപ്പം ഇങ്ങനെ റേഞ്ച് ചെയ്ത് നിൽക്കണതാണ് മാർക്കറ്റ്. കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച മൊത്തത്തിൽ, വ്യാഴാഴ്ച തുടങ്ങിയ റേഞ്ചിങ് ആയിരുന്നു, വെള്ളിയാഴ്ച മൊത്തത്തിൽ അതിനെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു ബുള്ളിഷ് FEG ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട്, മനസ്സിലായില്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം മാർക്കറ്റ് അടുത്ത മൊമെന്റം തരാനുള്ള ഒരു ചാൻസ് കാണുന്നത്, മനസ്സിലായില്ലേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഹയർ ടൈം ഫ്രെയിം എങ്ങനെയാണോ പ്രൈസ് ആക്ഷൻ വരുന്നത് അതിനനുസരിച്ച് മാത്രം എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഞാൻ എപ്പോഴും 1 hour 4 hour ഒക്കെ ക്ലോസ്ലി വാച്ചിങ് ആയിരിക്കും. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ഞാൻ ട്രേഡുകൾ പ്ലാൻ ചെയ്യാറുള്ളൂ. ആൻഡ് ഫൈനലി നമുക്ക് ഡോളർ നോക്കാം. ഡോളറിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ബുധനാഴ്ച മുതൽ നമ്മൾ ബെയറിഷ് ആയിരുന്നു. അതിന്റെ റീസൺ ഈ കാണുന്ന പിഡിമെട്രിക് സെറയുടെ ഈ FEG ആയിരുന്നു. FEG ഓർഡർ ബ്ലോക്ക് എല്ലാം, ഈ ഓർഡർ ബ്ലോക്ക് മാത്രമല്ല അവിടെ ഒരു ബ്രേക്കർ ബ്ലോക്കും എല്ലാം ഉണ്ട്. നല്ലൊരു ബെയറിഷസ് ഡോളർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോളർ ഷോർട്ട് ചെയ്യും, യൂറോസിൽ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ US ഡോളർ. US ഡോളറിൽ കീ ലെവൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 hour 4 hour നോക്കുമ്പോൾ കീ ലെവൽസ് ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. കീ ലെവൽസ് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ യൂറോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിനനുസരിച്ചായിരിക്കും ഞാൻ യൂറോസിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഡോളറിൽ ബെയറിഷ് ആണ്. കീ ലെവൽസ് ഇപ്പോൾ ഒരു കീ ലെവൽസ് ആയിട്ട് പറയാൻ കഴിയുന്നില്ല, കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ഒരു കീ ലെവൽ. അത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു. ഇനി അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം, മനസ്സിലായി. അതുവരെ ഐ ആം ബെയറിഷ് ഓൺ US ഡോളർ.
ആൻഡ് ഫൈനലി ഗോൾഡില് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം ന്യൂട്രൽ ആയിരുന്നു, എക്സെപ്റ്റ് ഫ്രൈഡേ വെച്ച് ബാക്കി അതിന് മുമ്പുള്ള 2 ദിവസം നമ്മൾ ന്യൂട്രൽ ആയിരുന്നു, ഒരു വ്യൂ കിട്ടണ്ടായില്ല. ഫ്രൈഡേ നമ്മൾ വ്യൂ മാറ്റി നമ്മൾ ബുള്ളിഷ് എന്നുള്ള കാര്യം പറഞ്ഞു, കാരണം മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ സ്ട്രക്ചർ നമുക്ക് കിട്ടി. അപ്പോൾ ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ഞാൻ ബെയറിഷ് ആവുന്നില്ല. ഇനി ഇൻട്രാഡേ ബേസിസിൽ ഞാൻ ട്രേഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ടാർഗറ്റുകൾ ഈ കാണുന്ന ഓരോ ഹൈസ് ആയിരിക്കും. ഫസ്റ്റ് ഹൈ ഇതായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ഹൈ ഇതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? കാരണം ഇനി ഗോൾഡിൽ ബെയറിഷ് ആവാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും ഗോൾഡിലില്ല. ഐ ആം സ്ട്രിക്ട്ലി ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഇനിയിപ്പോൾ ബെയറിഷ് ആണെങ്കിൽ തന്നെ ഈ കാണുന്ന എഫിഷ്യൻസിന്നൊക്കെ മാർക്കറ്റിനെ ബയേഴ്സ് പുഷ് ചെയ്തോളും. ബയേഴ്സ് നല്ല സ്ട്രോങ് ആണ് ഗോൾഡിൽ. ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാന്. ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ന് August 12th മൺഡേ ആണ്. ഇന്ന് ന്യൂസ് ഒന്നുമില്ല, USD GBP കാര്യമായിട്ട് ന്യൂസ് ഒന്നുമില്ല. ക്ലീൻ ഡേ ആണ്, ട്രേഡ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഡേ ആണ്. പിന്നെ മൺഡേ ആണെന്നുള്ള കാര്യം ഓർക്കുക. ലണ്ടൻ മേ ബി ഒന്ന് ഷോപ്പി ആയിരിക്കാം, ബട്ട് എല്ലാ മൺഡേസിന്റെയും ന്യൂയോർക്ക് എല്ലാ മൺഡേസും അല്ല, മോസ്റ്റ് മൺഡേസിന്റെയും ന്യൂയോർക്ക് സെഷൻ അടിപൊളിയായിരിക്കും. ഏറ്റവും നല്ല ആഴ്ചയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രേഡുകൾ കിട്ടാൻ ചാൻസ് ഉള്ളത് മൺഡേസിലൊക്കെയാണ്. മൺഡേയുടെ ന്യൂയോർക്ക് സെഷനിലാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ICT ലേണിംഗ് സീരീസ്, ICT പഠിക്കാൻ, മലയാളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മൾ 7 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാണുക, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ കമന്റ് ബോക്സിലും നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബിന്റെ ബയോ പോയി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. എന്തുകൊണ്ട് ടെലിഗ്രാം ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ടെലിഗ്രാം ചാനലിൽ പറയുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.